നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സർക്കിൾ ആണ്. സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വരയ്ക്കുന്ന പോലെ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊണ്ടുവരിക. കണ്ടോ, കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സർക്കിൾ ഏകദേശം ഒരേപോലെ ഇങ്ങനെ സൈഡ്സ് ഒക്കെ വളഞ്ഞാതെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസിങ് ചെയ്യാന്നുള്ളതാണ്. ഇതിന് കറക്റ്റ് മെത്തേഡ് ഒന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ വരച്ച് വരച്ച് കൊണ്ടുവരാന്നേ ഉള്ളൂ. അപ്പോൾ വരയ്ക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ അമർത്തി വരയ്ക്കരുത്. പേപ്പറിൽ ഇങ്ങനെ അമർത്തി വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ഭംഗി കിട്ടൂല. ഇവിടെ കണ്ടോ, ഇങ്ങനെ മൈലാഞ്ചി കറക്റ്റ് വരാത്ത രീതിക്ക് ആവും. അപ്പൊ കുറച്ചൊന്ന് മൈലാഞ്ചി മാത്രം തട്ടുന്ന രീതിക്ക് പേപ്പറിൽ ടച്ച് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. അപ്പൊ വലിയതും ചെറുതും ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. സർക്കിൾ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കുറെ വരയ്ക്കാനുണ്ടാവും. അപ്പോൾ സർക്കിളുകളൊക്കെ ഭംഗിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അതായത് പോലെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സർക്കിൾ സിമ്പിൾ ആണ്. നമ്മൾ വരച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമേ അതിനുള്ളൂ. മെത്തേഡ്സ് ഒന്നും ഇല്ല കേട്ടോ. നെക്സ്റ്റ് വൺ ഹംസ് ആണ്. ഹംസ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ലൈന് ചെയ്യാം. ലൈന് നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ടച്ച് ചെയ്യുന്നു, ദെൻ എൻഡിങ്ങിലാണ് ടച്ച് ചെയ്യുന്നത്. എത്ര ലെങ്ത് വേണോ ആ ഒരു ലെങ്ത്തിൽ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഹംസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരേ സൈസിലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഏകദേശം ഒരേപോലെ ആക്കിയിട്ട് ചെയ്യാം. ഇതാണ് ഹംസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹംസ് പല ആർട്ടിസ്റ്റുമാരും പല സൈസിലാണ് ചെയ്യുക. നമുക്ക് എങ്ങനെ നമ്മളെ ബ്രൈഡൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഹംസ് വേണം എന്നുള്ളത് നമ്മളെ ചോയ്സ് ആണ്. ഇപ്പോൾ ഇതുപോലെയല്ല, ചിലർ നല്ല ഹൈറ്റിൽ ചെയ്ത് കൊടുക്കും. ഹംസ് ഇതുപോലെ ഹൈറ്റിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഏതാണ് ഭംഗി തോന്നുന്നത് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹൈറ്റിൽ ചെയ്യുന്നവരുണ്ട്, കുറച്ചുകൂടെ വിഡ്ത്തിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലരും പല രീതിക്കുമാണ് ഹംസ് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഭംഗിയായിട്ട് തോന്നുന്നത് അതാണ് നിങ്ങളെ ഡിസൈനിൽ ചൂസ് ചെയ്യാം. ഇതുപോലെ ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതല്ല ഇനിയിപ്പോ ഇതിലും കുഞ്ഞിതാക്കി ചെയ്യുന്നവരുണ്ട്, വളരെ കുഞ്ഞിതായിട്ട് അത് ചെയ്ത് കൊടുക്കാം. ദെൻ സെന്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് സ്പൈറല്. സർക്കിൾ വരയ്ക്കാം. ഞാൻ ഇവിടുന്ന് തന്നെ ഉള്ളിലേക്ക് എടുത്തിട്ട് മാക്സിമം അടുപ്പിച്ച് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പലരും എന്ത് ചെയ്യും, സർക്കിൾ വരച്ചിട്ട് ഇങ്ങനെ ഒറ്റ ചുറ്റിക്കല് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് എല്ലാം നമുക്ക് വേണ്ടത്. ഈ ഡ്രോപ്സ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഡോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഡോട്ട് ചെയ്യുക. ആ ഡോട്ടിനെ നമ്മൾ ചെറിയൊരു പ്രഷറിങ് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ആദ്യം ഡോട്ട് നല്ലോണം പ്രഷറിങ് കൊടുത്തിട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ടോ, ഡോട്ട് ചെയ്യുക. ആ ഡോട്ടിനെ ജസ്റ്റ് പ്രഷറിങ് കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. ഡോട്ട് ചെയ്യുക, വലിച്ചു കൊടുക്കുക. ഡോട്ട് ചെയ്യുക, വലിച്ചു കൊടുക്കുക. ഇതാണ് ഡ്രോപ്പിന്റെ മെത്തേഡ്. ഇങ്ങോട്ട് കാണിക്കാം. ഡോട്ട് ചെയ്യുക, ജസ്റ്റ് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഡോട്ട് ചെയ്തിട്ട് ചെറിയൊരു പ്രഷറിങ് ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ പ്രഷറിങ് കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫ്ലവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് ഒരു ഡ്രോപ്പ് ഇങ്ങോട്ടൊക്കെ ചെയ്തു. പിന്നെ അടുത്തത് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യാം. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊണ്ടുവന്നാൽ മതി ഡ്രോപ്സ്. ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരെണ്ണ ഇതുപോലെ വരയ്ക്കുക. then ഇവിടുന്ന് നേരെ താഴേന്ന് മുകളിലേക്ക് ചെയ്യാം. ഫേസ് ടു ഫേസ് ആയിട്ട് ആദ്യം വരയ്ക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ ഗ്യാപ്പിലൊക്കെ ഓരോ ഡ്രോപ്പ് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമുക്ക് ഫ്ലവറിന്റെ ഷേപ്പിൽ കിട്ടും.